ഇങ്ങോട്ട് ഇറങ്ങി എന്ത് പറയാനാ? സ്വിച്ച് ഓഫ്. ഹലോ, ഹർഷമോളുടെ അച്ഛനല്ലേ? ആ രാമേന്ദ്ര സാറേ, ഇത് ഞാനാണ്. ഹർഷമോളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണോ? ഒന്നുകൂടെ. ആ മോളെ, ഞാനാണിത്. അതെ, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മുടെ അഭിനല്ലേ, അവന്റെ ചെറിയൊരു വിഷയമാണ്. ആ മോളൊന്നും ഇങ്ങോട്ട് നേരിട്ട് വരൂ. ഇല്ല, ഒരു പ്രശ്നമില്ല. ആരും ഒന്നും ചെയ്തിട്ടില്ല. മോളൊന്നും ഇങ്ങോട്ട് വന്നാ മതി, ഞാൻ നോക്കിക്കോളാം. ആ ശരി. വന്നാവൻ ആ ഡോറ് വലിച്ചു പൊളിക്കാതെ അവനെ ഇങ്ങോട്ട് വിളിച്ചിറക്കി. പിന്നല്ലാണ്ട് താഴത്തേക്ക് ഇറങ്ങി നിന്റെ മോളിൽ കയറി വരണം. തുറക്കണ വാതിൽ. നീ മോളിൽ കയറി താഴത്തോട്ട് ഇറങ്ങി വാടാ. ഞാൻ കണ്ടതല്ലേ ഇങ്ങോട്ട്. ആ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇവിടെ നടക്കൂല. എന്താണ് ഇവിടെ പരിപാടി? എന്ത് പരിപാടി മോനെ? നിന്റെ പരിപാടി എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഒരു പെണ്ണ് സ്ഥിരമായി വരുന്നത്, ഇപ്പൊ അവള് നിന്റെ മുകളിലുള്ളതും അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിനാ ഇവിടെ കുറെ ഫാമിലിയൊക്കെ താമസിക്കണടാ. നിന്റെ ഈ വക പരിപാടി ഇവിടെ നടക്കൂല. അത് ചോദിക്കാൻ താനാരാ? ഞങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങള്. നിന്റെ ഈ പരിപാടി നടക്കുകയില്ല, നടത്തിക്കുകയില്ല. എടോ, ഇത് ഞാൻ വാടക കൊടുത്ത് താമസിക്കുന്ന വീടാ. ഇവിടെ ആര് വരണം, എപ്പോ വരണം ഞാൻ തീരുമാനിക്കും. നീ ഒരുപാട് ഡയലോഗ് അടിക്കാതെ അവളെ ഇങ്ങോട്ട് ഇറക്കി വിടേക്ക. ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ. എന്താ കാണണ്ടേ? അവളെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ എനിക്ക് സൗകര്യമില്ല. മോനെ, പ്രശ്നം വഷളാകുന്നതിന് മുന്നേ അവളെ ഇങ്ങോട്ട് ഇറക്കി വിടും, അല്ലെങ്കിൽ ഇത് ഇവിടെ കൊണ്ടൊന്നും തീരൂലാട്ടാ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഇപ്പം കൂടെ ഇറക്കി വിടാൻ എനിക്ക് പറ്റത്തില്ല. അവർക്കേ അത്രക്ക് അസുഖമാണെങ്കിലേ നമുക്ക് രണ്ടിനെ പിടിച്ച് അങ്ങോട്ട് കടിച്ചുവിടാം. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇറക്കിടാൻ പറ്റത്തില്ല. നീ ഇറക്കണ്ട, ഞങ്ങൾ അങ്ങോട്ട് കയറാം. എന്നിട്ട് രണ്ടും കൂടെ വലിച്ച് ഇങ്ങോട്ട് നാട്ടുകാർക്ക് ഇട്ടങ്ങ കൊടുക്കാം. എന്നിട്ട് നാട്ടുകാരും വീട്ടിൽ കാട്ടി കൊടുക്കടാ. ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് നിന്നെ തോന്നിയ കളി. വിളിക്കടാ, നാട്ടുകാരെ വിളിയടാ, 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 വിളിക്കടാ. വിളിച്ചിറക്കടാ. വന്നുണ്ട് വന്നുണ്ട്. എന്ത് നല്ല മഴയല്ലേ, നൈസ് മൂടല്ലേ. മനുഷ്യനോട് എങ്ങനെ പുറത്തിറങ്ങുന്ന ആലോചിച്ചോണ്ടിരിക്കോ. അവൻ്റെ ഒരു മൂഡ്. നാളെങ്കിലും പുറത്തിറങ്ങാൻ പറ്റുമോ? സാധാരണ ഈ അസോസിയേഷൻ പരിപാടികൾ 1-2 ദിവസമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടുത്തെ അസോസിയേഷൻ പരിപാടി 3-4 ദിവസം ഉണ്ടാവും. അപ്പൊ അവിടെ പെട്ടു എന്നർത്ഥം. സാരില്ല, നമുക്കവിടെ ഇരിക്കാം. അല്ല, നീ അസോസിയേഷൻ പരിപാടിക്കൊന്നും പോവാറില്ലേ? എനിക്ക് ഉമ്മാരുടെ പരിപാടിയൊന്നും ഇഷ്ടമല്ല. പിന്നെ എനിക്ക് എന്താ ഇഷ്ടം? ഇപ്പൊ നിന്റെ ആശയോട് വയ്ക്കും. ഹർഷ പാവാണ്. ടോണിയും പാവാ. ഞാനും നീയും എല്ലാവരും പാവങ്ങളാ.
പക്ഷേ നിന്റെ അസോസിയേഷൻകാർ അത്ര പാവാന്ന് എനിക്ക് തോന്നുന്നില്ല. എബനെ, നമ്മള് പിടിക്കപ്പെടുന്നതിനെ കുറിച്ച് നീ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? പിടിക്കപ്പെടാനോ? അതിന് നമ്മൾ തെറ്റും ചെയ്തില്ലല്ലോ. ഒരു തെറ്റുമില്ല. എനിക്കും നിനക്കും തീ മുറിക്കും, അത് തെറ്റല്ല. പക്ഷെ ആ കഥകനപ്പുറം അങ്ങനെയാണോ? വിളികളാ ദേ, വന്നണ്ടേട്ടാ. വന്നണ്ട്. മോളെ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ. നീ എന്തിനാ ഇവിടെ വരുന്നത്? അതും ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത്. ആരുമില്ലാത്ത സമയത്ത് എന്തിനാ അവന് ചേട്ടാ വരുന്നത്? മറ്റേ പരിപാടിക്ക് ഞാൻ നിങ്ങളോട് പറയാറില്ലേ സ്ഥിരം വന്നത്? ആ, അത് ഇവള് തന്നെ. ഞാൻ എത്ര പ്രാവശ്യം കണ്ടിരിക്കണ്. താങ്കളുടെ വീട് എടുക്കുന്നേ? താനെന്തിനാ വീട് എടുക്കുന്നേന്ന്? നിന്റെ കഴപ്പിനാണ് നീ ഇവിടെ നിൽക്കണം. നീ ഇനി ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കണ്ട, മനസ്സിലാടാ? എല്ലാം മാങ്ങാത്തലും ഇവിടെ ആരും ബഹളം ഉണ്ടാക്കണ്ട. നമുക്ക് പോലീസിനെ വിളിക്കാം. അവരും തീരുമാനം ഉണ്ടാക്കട്ടെ. താൻ പോലീസ് വിളിക്കും. ഇതൊരു മെട്രോ സിറ്റിയാണ്. പ്രായപൂർത്തി ആണേലും പെണ്ണും ഒരുമിച്ച് നിൽക്കാം. താനൊരു കൊണയും കാണിക്കില്ല. നീ എന്തുട്ടാ കൊല നേരം ഉണ്ടാക്കിയിട്ടും വേണിച്ചേട്ടാ എന്തെങ്കിലും കാട്ടിക്കൂട്ടാ. പ്രശ്നം ഉണ്ടാക്കല്ലേ മോളെ. നീ കിടന്നേ. നീ എന്ത് കണ്ടിട്ടാണ് ഇവന്റെ ഒക്കെ പുറകെ നടക്കുന്നത്? ഏതെങ്കിലും ആണുങ്ങൾ എവിടെയെങ്കിലും നിന്ന് കയ്യും കാലും കാണിച്ചു കഴിയുമ്പോ ഇറങ്ങി അങ്ങോട്ട് പോന്നോളൂ. നിന്റെ വീട്ടുകാരെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? അവരെന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെയൊക്കെ വളർത്തി ഈ കോലത്തിൽ നിർത്തിയിരിക്കുന്നത്. ചേട്ടൻ പോയി ചേട്ടനെ വീട് നോക്കിയാട്ടോ, അവിടെ ആരെങ്കിലും കയറുന്നുണ്ടോന്ന്. എടാ, ഈ കോളനിയിൽ എന്തുണ്ടെങ്കിലും നോക്കാൻ വേണ്ടിയാണ് എന്നെ സെക്രട്ടറിയായിട്ട് ഇവിടെ ഉണ്ടാക്കി നിർത്തിയേക്കണത്. അറിയാനൊക്കെ ചേട്ടാ അവിടെ പ്രശ്നമാക്കണ്ട, അതിനെ പറഞ്ഞുവിടാ നമുക്ക്. കൊച്ചെ നീ കരയണ്ട, നീ പോയിക്കോ. അവളെ പറഞ്ഞു വിട്ടേക്കാം. എന്താണെന്നറിയാമോ, ഇനി പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തി നമ്മൾ നമ്മുടെ പല്ലുകുത്തി പണിപ്പിക്കണതിന് തുല്യവും. പോയിക്കോ മോളെ, പോയിക്കോ. നീ ഇവിടെ നിൽക്കണ്ട. വേണ്ട വേണ്ട വേണ്ട, അങ്ങനെയൊന്നും പറഞ്ഞാൻ പറ്റില്ല. വേണ്ട, നടക്കൂല. ഓട്ടെന്ന് വിട്ടേക്ക്. നമ്മുടെയൊക്കെ വീട്ടിലും പെമ്പിള്ളേരുള്ളതല്ലേ. വിട് മോള് പോയിക്കോ. പോകാൻ ഈ കണ്ട ആൾക്കാരൊക്കെ പൊട്ടാക്കിട്ട് അവനോടൊന്ന് ഉണ്ടാക്കണേ. എന്താ അഭിനയം? എന്തു പറ്റി? ആരും അറിയാതെ, ആരോട് പറയാതെ നീ ഏതോ പെണ്ണിൻ്റെ കൂടെ സ്ഥിരം എന്തൊക്കെയോ ആണെന്ന് അറിഞ്ഞ് വന്നയാ ഞാൻ. എന്താ സത്യം? ഇത്ര നല്ല കൊച്ചുണ്ടായിട്ടാണോടാ എന്റെ പൊന്നു മോളെ. ഇവൻ ഭൂലോക ഫ്രോഡാ. അത് പറയാൻ താനാണോ? അവര് പറയണതാണോ നിന്റെ കുഴപ്പം? പറയണോ? നീ കാണിച്ച കൂട്ടിയതല്ല, അവര് പറയണതാണോടാ നിന്റെ കുഴപ്പം? എന്താണോ നിന്റെ വായിൽ ഇപ്പൊ ഒന്നും മിണ്ടാത്തേ?
പോടാ ഹർഷ വാ മോളെ വാ നമുക്ക് പോ വീട് ഏട്ടാ മോളെ വീട് നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഇവനെ ഞാൻ എങ്ങനെയാ സ്നേഹിച്ചത് മോളെ എനിക്കറിയാം നീ വാ ഇതുപോലൊരു ജന്തുവിന്റെ ഒക്കെ ഒപ്പം എന്തിനാ നീ നടക്കുന്നത് നീ വന്നേ വാ മോളെ പോ വാ മോള് വന്നേ ദേ ഇവിടെ ഇരുന്നേ മോള് എന്തിനാ ചേട്ടാ അവൻ എന്നോട് എന്തിനായിരിക്കും ഇത്? മോളെ അവനത് അങ്ങനെയാണ് ഇത് ഇപ്പോഴെങ്കിലും അറിഞ്ഞതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി ഞാൻ എന്ത് ചെയ്തിട്ട് ഏട്ടാ അവൻ എന്നോട് ഇങ്ങനെ? ഇത്രയും പേരോടെ കിടന്ന് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയിട്ട് അവന് വല്ല കൂസലും ഉണ്ടോ? ചില ആൾക്കാരങ്ങനെ. മോൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. മോള് മോളുടെ ജീവിതം നോക്കും. ഇതിപ്പോ ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യം. മോള് കരയല്ലേ? ഇല്ല ഏട്ടാ അവനോട് ചോദിക്കണം മോളിപ്പോ അവനോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ അവന്റെ മാനസികാവസ്ഥയും മോളുടെ മാനസികാവസ്ഥയും തമ്മിലുള്ള ഇത് നോക്കുമ്പോ നിങ്ങൾ തമ്മിലിപ്പോ സംസാരിച്ചാൽ ശരിയാവൂല. ഇല്ല ഏട്ടാ എനിക്ക് അവനോട് പോയി മോളെ നീ പറയുന്നു കേക്ക് നീ. ഇല്ല ഏട്ടാ മോളെ ഞാൻ പറയണത് ചോദിക്കണം എന്തിനാ എന്നോട് ഇങ്ങനെ ഞാൻ പറയുന്നത് കേക്ക്. നീ ഇപ്പൊ അങ്ങോട്ട് ചെന്നാ ശരിയാവൂല. അതുകൊണ്ടാണ് പറയണത്. ഏട്ടാ മോളെ മോളെ നീ പോവല്ലേ? ചോദിക്കണം. 「